വഖഫ് നിയമം, മുനമ്പവും ചെറായിയും, പിന്നെ ക്രിസ്ത്യൻ വർഗീയതയും. ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ദിവസമായി ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വഖഫും അതിൻ്റെ നിയമാവലികളും, പാട്ടവും, പിന്നെ മുനമ്പത്തിലെ 600 ചില്ലാൻ കുടുംബം കുടിയേൽപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ചെറായി ആ തീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അത് ഇങ്ങനെ കത്തിപ്പടരുന്നു. നമ്മൾ ഏതൊരു വിഷയം ഇന്ത്യയിൽ വിവാദമായിരിക്കുന്ന അല്ലെ കേരളത്തിൽ വിവാദമായിരിക്കുന്ന വിഷയങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അതിൽ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് തീവ്രമായ രീതിയിലേക്കോ അതല്ലെങ്കിൽ വിവാദമായ രീതിയിലേക്കോ മാറാറുള്ളൂ. ഓരോ വിഷയം എടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാൻ വേണ്ടി പറ്റും. മറ്റേതെങ്കിലും കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ ഇതൊന്നും വലിയ രീതിയിൽ വിവാദമാവാതെ അങ്ങനെ തന്നെ അവസാനിച്ചു പോകാറുള്ളത്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എടുത്ത് പരിശോധിച്ചാലും അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അത് വലിയ വിവാദങ്ങളാവും. അതങ്ങനെ കത്തിപ്പടരും, ആളിക്കത്തും, പടർന്നു പിടിക്കും. അങ്ങനെ അതും കൊണ്ട് നടക്കുന്ന കുറേ വിഭാഗങ്ങൾ സ്വാഭാവികമായിട്ട് പ്രത്യക്ഷപ്പെടും. പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാവും, പുതിയ ചാനലുകാർ അതേക്കുറിച്ച് ചർച്ച ചെയ്യും. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ സജീവമാകും. അങ്ങനെ വഖഫ്, അത് നിയമം, അത് നിയമവിരുദ്ധം, അതിൻ്റെ സംവിധാനങ്ങൾ, അങ്ങനെ ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ രൂപപരിണാമം സ്ഥാപിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത് വഖഫും അതിൻ്റെ നിയമകാര്യങ്ങളൊക്കെയാണ്. വഖഫ് എന്ന് പറയുന്ന നിയമം ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1913 നിയമമായതാണ്. വഖഫ് എന്ന് പറയുന്ന നിയമം അങ്ങനെ ഉണ്ടായതാണ്. പിന്നെ 1964 അതിനെ കുറിച്ച് ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് വഖഫ് എന്ന് ചോദിച്ചാൽ, ആ വഖഫിന് കുറേ നിയമപരിരക്ഷകളും അതിന് പ്രത്യേകപരമായിരിക്കുന്ന സംവിധാനങ്ങളും ഉണ്ട്. അത് വഖഫിന് മാത്രമല്ല, ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ബാങ്കിങ് സംവിധാനത്തിന് അങ്ങനെയുണ്ട്. അവർക്ക് പ്രത്യേകമായിരിക്കുന്ന നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് കോടതി അത് എടുക്കില്ല. പകരം എന്ത് ചെയ്യണം? ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ പരാതി കൊടുക്കണം. അതിന് സെപ്പറേറ്റ് ഒരു കോടതിയാണ്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിയായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിനുണ്ടാകുന്നത് അതിന് പ്രത്യേക ഒരു കോടതിയാണ്. ആ കോടതി തീർപ്പ് കൽപ്പിക്കേണ്ട അവസാനത്തെ കോടതി എന്നാൽ അതിന് മേലെ കോടതിയിലേക്ക് പോകാം. അതൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലാണ്. പിന്നെ അതിനൊക്കെ ഒരുപാട് സാവകാശങ്ങളും വിഷയങ്ങളും നിയമപ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പോൾ വഖഫ് മാത്രമല്ല, ഒരുപാട് മേഖലയിലും ഈ പറയപ്പെട്ട പ്രത്യേകപരമായിരിക്കുന്ന നിയമപരിരക്ഷയും സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വഖഫ് എന്ന് പറയുന്നത് അതിൻ്റെ 2-3 നിയമരീതികൾ അതിനുണ്ട്. അത് 2-3 ഭാഗങ്ങൾ അതിലുണ്ട്. മതപരമായിട്ട് പറയുന്ന സമയത്ത് ഒരു ഭൂപ്രദേശം അതല്ലെങ്കിൽ തങ്ങളുടെ ബിൽഡിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്വത്തുക്കൾ വഖഫ് നൽകുക എന്ന് പറഞ്ഞാൽ അവർക്ക് തീരായിട്ട് നൽകപ്പെടുക. അത് മതപരമായിരിക്കുന്ന ഒരു നിയമത്തിന്റെ ഭാഗമായി പൗരാണികപരമായ രീതി അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ് ഈ വഖഫ് എന്ന് പറയുന്ന സമ്പ്രദായം. അപ്പൊ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നു? മതപരമായ കാര്യത്തിൽ ദൈവ കൃപ പ്രതീക്ഷിച്ചുകൊണ്ട് നൽകപ്പെടുന്ന പ്രവൃത്തിയാണ്. അതോടുകൂടി നമ്മുടേത് അത് അല്ലാതായി, നമ്മൾ അതിന്റെ അവകാശികളും അല്ലാതായി. എങ്ങനെ വഖഫിന് നൽകുന്നത്? വഖഫിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. രജിസ്ട്രേഷൻ സംവിധാനമുണ്ട്. വെറുതെ വഖഫിൽ പറയുന്നതല്ല, രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് വഖഫിന് നൽകുന്നതോടുകൂടി വഖഫ് സ്വത്തായി അത് മാറി. ആ വഖഫ് ബോർഡിനുള്ള പ്രത്യേകത എന്താ? ആ വഖഫ് ബോർഡിന് ആ ഭൂമി വിൽക്കാൻ പറ്റില്ല. പിന്നെ അതിലുണ്ടാകുന്ന വരുമാനങ്ങൾ പാവപ്പെട്ടവരെ കെട്ടിക്കാനോ പാവപ്പെട്ടവരുടെ സഹായവുമായിട്ട് ബന്ധപ്പെട്ട് കാരുണ്യ സഹായത്തിന് വേണ്ടിയായിട്ട് നീക്കിവെക്കാം. അത് വിദ്യാഭ്യാസപരമായ രീതിയിലും പെൺകുട്ടികളെ കെട്ടിക്കാനോ തുടർ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാമുദായികപരമായിരിക്കുന്ന കാരുണ്യ സേവനത്തിന് വേണ്ടി നീക്കിവെക്കാൻ ഇതിലെ വരുമാനം ഉപയോഗിക്കാൻ പറ്റും. വഖഫ് ബോർഡിന് ഈ ഭൂമി വിൽപ്പന നടത്താൻ വേണ്ടി പറ്റില്ല. വഖഫ് ബോർഡിന് ഭൂമി കൈമാറ്റം ചെയ്യാനും വേണ്ടി പറ്റില്ല. അത് എൻഡാണ് ആ രജിസ്ട്രേഷൻ. പിന്നെ എന്താ അവിടെ വിഷയങ്ങൾ വരുന്നത് എന്ന് പറയുന്നത്, ഈ വഖഫിൽ 2 തരത്തിൽ ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ സമ്പ്രദായ കാര്യങ്ങളൊക്കെ ഉണ്ടായത് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നാവാലെ നമ്മൾ വാക്കാലെ വഖഫ് ചെയ്യും. അതിന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഭൂമി വഖഫിന് കിട്ടും. വഖഫിന് നല്ല പല വിഭാഗത്തിനും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇത്തരം ഒരു വിഷയങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. വഖഫ് സ്വത്തുക്കൾ എന്നൊക്കെ പറയുന്ന സമയത്ത് രജിസ്ട്രേഷൻ നിയമങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപേ വഖഫ് എന്ന് പറയുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിലവിൽ പറയുന്ന കാര്യം, ഈ മുനമ്പം ഭാഗത്ത് 404 ഏക്കർ ഭൂമി സത്താർ സേട്ടുവിൽ നിന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഫാറൂഖ് കോളേജിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികപരമായ രീതിയിൽ അവിടെ ചോദ്യങ്ങൾ വരും. ഈ സത്താർ സേട്ടു അദ്ദേഹത്തിന്റെ അനുജൻ, അവർക്ക് ഈ ഭൂമി എങ്ങനെ കിട്ടി എന്നുള്ളത്.
ഭൂമി കിട്ടി എന്നുള്ളത് സാമൂതിരി രാജാവ് കോഴിക്കോട് ഭരിക്കുന്ന സമയത്ത് പാട്ടത്തിനായി നൽകിയതാണ്. ഗുജറാത്ത് വ്യവസായിയായിരുന്ന സത്താർ സേട്ടിന് അവർ പാട്ടത്തിന് നൽകിയതാണ്. അത് സാമൂതിരി രാജാവ് പാട്ടത്തിന് നൽകിയതാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അനുജനാണ് സിദ്ദീഖ് സേട്ട് ഫാറൂഖ് കോളേജിന് വേണ്ടി ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നൽകിയത്. അപ്പൊ രജിസ്ട്രേഷൻ നിയമങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഭൂമി തങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ നിലനിൽക്കും. കാരണം അതിനെ എതിർക്കാൻ ആരുമില്ല. കാരണം അവരുടേതായിരിക്കും, അവരുടെ കൈവശത്തിൽ വെച്ചതായിരിക്കും. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വിഷയം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. സാമൂതിരി രാജാവ് പാട്ടത്തിന് നൽകിയ, സത്താർ സേട്ടിന് പാട്ടത്തിന് നൽകിയ ഭൂമി അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ അനുജനായിരിക്കുന്ന സിദ്ദീഖ് സേട്ട് ഫാറൂഖ് കോളേജിന് കൈമാറി. ഇവിടെ നോക്കണം, വർഗീയത പോകുന്നത് ഇങ്ങനെ കേട്ടോ. സാമൂതിരി രാജാവാണ് പാട്ടത്തിന് നൽകിയത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന കക്ഷിയായ ആയിട്ട് ആര് മാറി? സാമൂതിരി രാജാവ് ആയിട്ട് മാറി. സാമൂതിരി രാജാവ് മുസ്ലിം വിശ്വാസിയാണോ? അല്ല. അപ്പോൾ സാമൂതിരി രാജാവിന് എങ്ങനെ ഈ ഭൂമി കിട്ടി എന്നൊരു ചോദ്യം ഇവിടെ എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആരും ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ പോകുന്നില്ല. സാമൂതിരി രാജാവ് നയിച്ചുണ്ടാക്കിയ ഭൂമിയൊന്നും അല്ലല്ലോ. അതിനു മുൻപ് അവിടെ ഭൂമിയുണ്ട്. ഇവിടെ മുഗള സാമ്രാജ്യം 400 കൊല്ലം ഭരിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ട്. അവർക്ക് മുമ്പ് ഈ ഭൂമിയുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തേടി പോകുന്ന സമയത്ത് ഇത് എവിടെ എത്തും? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനൊരു അവസാനമില്ല. അപ്പോൾ എപ്പോഴും തുടങ്ങുന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഈ പ്രതിക്കൂട്ടിൽ നിർത്താൻ പാകത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചികഞ്ഞ് പരിശോധിച്ചിട്ട് അവിടെ നിങ്ങട്ട് സാമൂതിരി രാജാവ് അവിടെ നിങ്ങട്ട് മാത്രം ആര് കൈമാറുന്നുണ്ട്? സിദ്ദീഖ് സേട്ട് കൈമാറുന്നുണ്ട്. അതാരാണ്? മുസ്ലിം ജാതിയാണ്. മുസ്ലിം ജാതിയാകുന്ന സമയത്ത് അവർക്ക് രേഖാകാര്യങ്ങളുണ്ടോ? രേഖാകാര്യങ്ങളില്ല. അപ്പോൾ അവർ ഈ സാമൂതിരി രാജാവിൽ നിന്ന് പതുക്കെ രേഖകളില്ലാത്ത രീതിയിൽ കൈവശപ്പെടുത്തി അങ്ങനെ ഈ അവരുടെ ഭൂമിയാക്കിയിട്ട് നൽകി എന്നുള്ളിടത്താണ് ഈ വർഗീയത ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. ക്രിസ്ത്യൻ വർഗീയത എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിഷ്പക്ഷ കൊലപാതകം എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ ഉണ്ടാവില്ല. ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും സൃഷ്ടിപ്പുകളൊക്കെ നിർമ്മിച്ചു എന്ന് പറയുന്ന രീതിയിൽ, അറിയാത്ത രീതിയിൽ കൊല ചെയ്യുക എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ്. ആ രീതിയിലാണ് അവരുടെ എല്ലാ പ്രവർത്തനം. ലവ് ജിഹാദ് എന്ന് പറയുന്ന സംവിധാനം ക്രിസ്ത്യൻ മിഷണറിക്ക് കൊണ്ടുവന്നതാണ്. പിന്നീട് ഹൈക്കോടതിയിൽ വരെ അന്വേഷണം നടത്തി എവിടെയും എത്താത്തൊരു സ്ഥിതിവിശേഷം വന്നു. പിന്നെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ഉന്നതരായിരിക്കുന്ന വള്ളിലച്ചൻ, ബിഷപ്പ്, നാർക്കോട്ടിക് ജിഹാദുമായിട്ട് വന്നു. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടികളെ വശത്താക്കിയിട്ട് ജാതി മാറ്റുന്നു എന്നുള്ളതാണ് ആ ബിഷപ്പ് പരാതിപ്പെട്ടത്. ആലുവ ബിഷപ്പാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദ കാര്യങ്ങളെ അതേക്കുറിച്ച് അന്വേഷിച്ച് എവിടെ എത്താതായി. മതപരിവർത്തന ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ISIS റിക്രൂട്ട് ചെയ്യുന്നു എന്നത് ഇതൊക്കെ കൊണ്ടുവരുന്ന ക്രിസ്ത്യൻ വിഭാഗമാണ്. അത് പിന്നെ BJP സംവിധാനങ്ങളൊക്കെ ഏറ്റെടുത്ത് കൊണ്ട് നടക്കുന്ന രീതിയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ മിഷനറിയുടെ കയ്യിൽ, ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കയ്യിൽ ഉള്ള ഭൂമി സ്വത്തിനെ കുറിച്ച് അവർക്ക് പോലും ഒരു കൃത്യതയില്ല. ഏറ്റവും കണ്ണായിരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ, ഒരു നഗരത്തിൽ, ഒരു പട്ടണത്തിൽ, രാജ്യ തലസ്ഥാനത്ത്, കേരള തലസ്ഥാനത്തൊക്കെ ഏറ്റവും വില കൂടിയിരിക്കുന്ന ഭൂമി ക്രിസ്ത്യൻ മിഷനറിയുടെ കൈവശത്തിലുള്ളതാണെന്ന് കാണാൻ പറ്റും. കോഴിക്കോട് എടുത്ത് നോക്കിയാൽ ക്രിസ്ത്യൻ കോളേജ് കാണാം. ക്രിസ്ത്യൻ കോളേജും അതിന്റെ പരിസരവും കോഴിക്കോട്ടെ ഏറ്റവും വില കൂടിയ ഭൂമി പ്രദേശത്തിൽപ്പെട്ടതാണ്. രണ്ട് ഭാഗത്ത് ഈ സ്ഥലങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, നടക്കാവിൽ നിന്ന് മാവൂർ റോട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് ക്രിസ്ത്യൻ കോളേജിന് ഒരു ഭാഗം വരുന്നത്. മറ്റൊരു ഭാഗം വരുന്നത് കണ്ണൂർ റോഡിലാണ്. ഈ രണ്ടും ക്രിസ്ത്യൻ കോളേജ്. അവിടെ തന്നെ ഇംഗ്ലീഷ് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ ചർച്ചുകളുണ്ട്, അവരുടെ മിഷണറി പ്രവർത്തനങ്ങളുണ്ട്, അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവർ നയിച്ചുണ്ടാക്കിയതാണോ? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? ഒന്ന് അന്വേഷിക്കട്ടെ. അതായത് മൊത്തത്തിൽ എല്ലാ ജാതിക്കാരുടെ കൈവശത്തിലും അവരുടെ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് പ്രതിക്കൂട്ടിലാവുക യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം വഹിച്ച ഒരു 10,000-ഓളം ആളുകളെ ഇന്ത്യ ഗേറ്റിൽ ഉല്ലേഖനം ചെയ്തിട്ട് പേര് കാണാൻ പറ്റും. അതിൽ 6,000-ലധികം ആളുകൾ മുസ്ലിങ്ങളാണ്. 3,500 ചില്ലാനം ആളുകൾ ഹിന്ദു വിശ്വാസികളാണ്. ബാക്കിയുള്ള വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ക്രിസ്ത്യാനികളുടെ പേരായിട്ട് ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കൂ. അതിന്റെ കാര്യം എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഭൂമികളൊക്കെ കൈവശത്തിലാക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ക്രിസ്ത്യൻ മിഷണറിമാരും അവരുടെ അച്ഛന്മാരും അവരുടെ ബിഷപ്പുമാരും ചെയ്തത്. അത് ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. എവിടെ എടുത്ത് പരിശോധിച്ച ആണെങ്കിലും അവർ നയിച്ചുണ്ടാക്കിയ ഒരു ഭൂമി പോലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ കൈവശത്തിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഭൂമി സ്വത്തുക്കൾ വാരിക്കൂട്ടി കൈവശത്തിൽ വെച്ചിരിക്കുന്ന വിഭാഗമാണിപ്പോ വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി മറ്റൊരു രീതിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ വഖഫിന്റെ കൈവശത്തിൽ മാത്രമാണോ ഭൂമിയുള്ളത്? അത് നമ്മൾ പരിശോധിക്കണം. അല്ല. JDT കോളേജിന് എത്ര ഏക്കർ, ആയിരക്കണക്കിന് ഏക്കർ ഭൂമി JDTയുടെ കൈവശത്തിലുണ്ട്.
ആ കൈവശത്തിലുള്ള ഭൂമിയൊക്കെ ഈ വഖഫ് പോലെ JDTക്ക് നൽകുന്നതാണ്. JDTക്കിന്റെ പേരിൽ വഖഫ് ചെയ്യാം. വഖഫ് എന്ന വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുകയാണ്, ഞാൻ ഇങ്ങനെ നൽകുന്നു എന്ന് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞ ഒരു മുസ്ലിം മതവിശ്വാസി അവരുടെ ബന്ധപ്പെട്ട ഒരാളുകൾക്ക് വഖഫ് നൽകാൻ വേണ്ടി പറ്റും. അത് രജിസ്ട്രേഷൻ അല്ല, നാവുകൊണ്ടുള്ള വഖഫ് ആണെങ്കിലും അത് വഖഫായിട്ട് തന്നെ മതം പരിഗണിക്കുന്നുണ്ട്. നിയമപരമായ രീതിയിൽ അതിന് കുറേ വിഷയങ്ങളുണ്ടെന്നുള്ള മറ്റൊരു ഭാഷ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ JDTന്റെ കൈവശത്തിലുള്ള ഭൂമിയൊക്കെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് എത്ര ഭൂമി ഉണ്ടെന്ന് ഈ JDTയോട് ചോദിച്ചാൽ അവർക്കറിയോ? അവർക്കറിയാനേ പറ്റില്ല. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അവരുടെ കൈവശത്തിലുണ്ട്, അതിർത്തികളില്ലാത്ത. ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടടുത്ത് വേറെ ഏതെങ്കിലും വീട്ടുകാർ താമസിക്കുന്നുണ്ടെങ്കിൽ അവരിവിടെ കൃഷി നടത്തും. ഇവരുടെ സമ്മതം ചോദിച്ചോളണമെന്നില്ല. ഇവർക്ക് സമ്മതത്തിന്റെ ആവശ്യമില്ല. കാരണം എവിടെയോ കിടക്കുന്ന മലിന്റെ മുകളിൽ കിടക്കുന്ന ഒരു ഭൂമിയിൽ കുറച്ച് കൃഷി നടത്തുന്നതുകൊണ്ട് എന്താ വിഷയം എന്നുള്ളത് അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അങ്ങനെ നടത്തപ്പെടുന്ന ഒരുപാട് പ്രദേശങ്ങളും ഒരുപാട് ഭാഗങ്ങളും JDTൻ്റെതായിട്ടും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, വീടില്ലാത്ത ഒരു 3 സെന്റ് സ്ഥലം വളച്ച് കെട്ടി കഴിഞ്ഞിട്ട് അവിടെ ഒരു വീടുണ്ടാക്കി. ആ വീടുണ്ടാക്കുന്നത് ഒരുപക്ഷെ ഈ സ്ഥാപനം അറിഞ്ഞോളണമെന്നില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ സമയത്ത് അവർ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മാറ്റാൻ വേണ്ടി പറഞ്ഞാൽ പിന്നെ അവിടെ ഈ കുടിക്കടപ്പ് നിയമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 10-20 വർഷമായി അവിടെ താമസിക്കുന്നു, അല്ല അതിൽ കൂടുതലായി, അതുകൊണ്ട് ഞങ്ങൾ ഒഴിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളായി. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, JDTക്ക് ആ 3.5 സെന്റ് സ്ഥലം അവർക്ക് വെറുതെ കൊടുക്കുക. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്, കാരുണ്യം കൊണ്ട് കൊടുത്തത്. ഇനി നമ്മൾ യത്തീംഖാനകളുടെ എടുത്ത് പരിശോധിച്ചാലും ഇതേ സ്ഥിതി കാണാൻ വേണ്ടി പറ്റും. അവർക്കും എണ്ണിയാൽ തീരാത്ത അല്ലെങ്കിൽ അളന്നാൽ തീരാത്ത അത്ര ഭൂസ്വത്തുക്കൾ ഉണ്ടാവും. ഇനി അതൊക്കെ മാറ്റി നിർത്തി നമ്മളൊരു ഒരു വ്യവസായിയുടെ കയ്യിൽ ഒരു 10 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ ആ 10 ഏക്കർ ഭൂമി ആധാരം വെച്ച് ഇപ്പോൾ അളന്നു നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ 1 ഏക്കർ 2 ഏക്കർ ഭൂമി അതിൽ അധികമുള്ളതായിട്ട് കാണാൻ പറ്റും. ഓരോരുത്തർക്കും പരിശോധിക്കാം. ആരുടെയും കൈവശം 1 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അതിപ്പോൾ അളന്നു നോക്കിയാലും അതിൽ കുറവോ കൂടുതലോ ഉണ്ടാവും എന്നുള്ള യാഥാർത്ഥ്യമാണ്. കൃത്യമായ രീതിയിൽ അളന്ന് തിട്ടപ്പെടുത്തി അതിർത്തി വെച്ചിട്ട് ഭൂമി അളന്നാലും രണ്ടാം ഘട്ടത്തിൽ അളക്കുന്ന സമയത്ത് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ക്രിസ്ത്യൻ മിഷനറിയുടെ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭൂപ്രദേശത്തിന്റെ ഒന്ന് അളക്കട്ടെ. അവർക്കും ഇങ്ങനെ കൈമാറ്റം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടത് അമ്പലത്തിൽ ഞാൻ 10 സെന്റ് സ്ഥലം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ 1 ഏക്കർ സ്ഥലം കൊടുക്കുന്നു. അമ്പലം നിർമ്മിക്കപ്പെട്ട അതിന്റെ ചുറ്റുഭാഗമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഭൂപ്രദേശങ്ങൾ, ആ ഭൂപ്രദേശങ്ങൾ അളക്കട്ടെ. അളന്നാൽ എന്താണെങ്കിലും ആ ഭൂപ്രദേശത്തിൽ കൈവശത്തിലുമുള്ള രേഖയേക്കാൾ കൂടുതൽ ഉണ്ടാവും എന്ന് കാര്യത്തിൽ സംശയമില്ല. എല്ലാ വിഭാഗത്തിന്റെയും ഒന്ന് അളന്നു നോക്കട്ടെ. ഇനി നമ്മൾ പോയി കഴിഞ്ഞിട്ട് എവിടുത്തെ കടൽ തീരം ആരതാണ്? സർക്കാരിൻ്റെതാണ് പറയുന്ന സമയത്ത്. അതേ സർക്കാരിൻ്റെതാണ്. കേരളത്തിന് സർക്കാരിനാണ്, അല്ലെങ്കിൽ അതിന്റെ അവകാശം കേന്ദ്ര സർക്കാരിന് വരും. കേന്ദ്ര സർക്കാർ നയിച്ചുണ്ടാക്കിയാണോ? അല്ല. അതിന് മുമ്പ് അവിടെ ഭരണാധികാരികളുണ്ടായി, അവരുടെ കൈവശത്തിലായിരുന്നു. അവരുടേതാണോ? അല്ല. അതിന് മുമ്പ് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു, മുഗളന്മാരുണ്ടായിരുന്നു, മുമ്പ് രാജഭരണങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂപ്രദേശം തന്നെയാണ് ഈ കടൽ തീരം എന്ന് പറയുന്നത്. കടൽ തീരത്തിന്റെ ഭാഗത്ത് ഈ കുടിൽ വ്യവസായം പോലെ അല്ലെങ്കിൽ കുടിൽ കെട്ടി താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കാണാൻ വേണ്ടി പറ്റും. അത് പല ആൾക്കാർക്കും ആധാരമില്ല. അവരങ്ങനെ താമസിക്കുന്നവരാണ്. അവർ ഒഴിവാക്കാൻ പറ്റുമോ? 10, 25, 40 വർഷം അവിടെ താമസിച്ചവരാണ്, ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സർക്കാരൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ പോയിട്ട് അവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു 3 സെന്റ് കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. ഇനി പുഴയുടെ തീരം, നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഒരുപാട് പുഴ തീരങ്ങളുണ്ട്, തോട് തീരങ്ങളുണ്ട്. ഈ തീരങ്ങളിലുള്ള പരമാവധി ഭൂപ്രദേശങ്ങൾ മുഴുവനും അതിന് തൊട്ടടുത്തുള്ള ആരുടെ ഭൂമിയാണോ അവർ കൂട്ടിച്ചേർത്ത് വ്യാജ രജിസ്റ്റർ ചെയ്ത് ഉണ്ടാക്കിയതല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്യുന്ന അറിയോ? പുഴയോട് ചേർന്നിട്ടുള്ള 2 പുഴയുടെ ഭാഗത്തും യഥാർത്ഥത്തിൽ വ്യക്തികൾക്ക് ഭൂമി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 10, 75 അല്ല 100 കൊല്ലത്തിന് മുമ്പ് നോക്കുകയാണെങ്കിൽ ഭൂമി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അവിടെ ഒക്കെ ഇപ്പോൾ വീട് കാണാൻ വേണ്ടി പറ്റും, കൃഷി കാണാൻ വേണ്ടി പറ്റും, കൈവശമായിട്ട് കെട്ടിയുണ്ടാക്കി കഴിഞ്ഞിട്ട് അതിർത്തി ഇട്ടതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അവരുടേതാണോ? അല്ല. ആധാരം എടുത്ത് പരിശോധിക്കുന്ന സമയത്തോ ഏതോ തരത്തിൽ പാട്ടയോ അതോ അത് പ്രകാരമോ അവർ രജിസ്ട്രേഷൻ ആക്കിയിട്ട് രേഖ ആക്കിയിട്ടുണ്ടാവും. ആ രേഖയ്ക്ക് മുമ്പ് അതിന്റെ മുന്നാധാരങ്ങൾ പരിശോധിച്ചാൽ ഈ സ്ഥലം സർക്കാരിൻ്റെതാണെന്ന് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ വ്യാജ രേഖകൾ പ്രകാരം ഉണ്ടാക്കിയ നല്ലൊരു ശതമാനം ഭൂപ്രദേശത്തിന്റെ ഉടമകളാണ് യഥാർത്ഥത്തിൽ ഈ വഖഫിനെതിരെ ഇപ്പോൾ ഒച്ചപ്പാടുമ്പോൾ ഉണ്ടാക്കി വരുന്നത്. ഈ അച്ഛന്മാരൊന്ന് പറയട്ടെ, ഞങ്ങളുടെ കൈവശത്തിലുള്ള മുഴുവൻ ഭൂപ്രദേശവും കൃത്യമായിരിക്കുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടേതാണ്, തങ്ങളത് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറാണ്. അതിനൊരു സംവിധാനം, ഒരു ഓംബുഡ്സ്മാനോ അതിന്റെ സംവിധാനങ്ങൾ വരട്ടെ, റിട്ടയർഡ് ആയിരിക്കുന്ന ജഡ്ജിമാരെ കൊണ്ട് പരിശോധിക്കട്ടെ എന്ന് പറയാൻ കേരളത്തിൽ ഒരു പള്ളിയിലച്ഛൻ മുന്നോട്ട് വരില്ല. പറയുന്ന പള്ളിയച്ചന്മാർക്ക് മുഴുവനും ഭൂസ്വത്തുക്കളുണ്ട്. അത് വ്യാജമായിട്ടുണ്ടാക്കിയതാണ്, അത് ഇങ്ങനെ തിരിമറി ചെയ്യപ്പെട്ടതാണ്, കയ്യേറ്റം ചെയ്യപ്പെട്ടതാണ്. ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂപ്രദേശം കൊടുത്തെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നയിച്ചുണ്ടാക്കിയ ഒരു ഭൂപ്രദേശമല്ല ഇന്ത്യയുടേത്, അത് ഇന്ത്യക്കാരുടേതാണ്. അവർക്ക് വരുന്ന സമയത്ത് മുഗള സാമ്രാജ്യം, അവർക്ക് മുമ്പുള്ള കാലത്ത്, ഈ കാലങ്ങളിലൊക്കെ ഈ ഭൂപ്രദേശം നിലവിലുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ തീവ്ര ചിന്താഗതികളും ഉണ്ടാകുന്നത് സൈലന്റ് ആയിരിക്കുന്ന പള്ളിയിലച്ചന്മാരുടെ നാവ് കൊണ്ടാണ്. അവർ സൈലന്റ് ആയിട്ടാണ് ആക്രമിക്കുക.
അവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഒരുപാട് ശ്രമങ്ങൾ ഒരുപാട് പഠനങ്ങൾ നടത്തിയ ശേഷം മാത്രമേ ഈ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും മതപരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഇപ്പോൾ വഖഫിലെത്തിയിരിക്കുന്ന വിഷയങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ നാവിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അത് വളരെ തന്ത്രപരമായ രീതിയിൽ നീക്കുപോക്ക് നടത്താൻ വേണ്ടി പറ്റും. ഇപ്പൊ മുനമ്പുമായിട്ട് ബന്ധപ്പെട്ട 600 ചില്ലാനും ഈ കുടുംബങ്ങൾ 600 ചില്ലാനും കുടുംബങ്ങൾ ക്രിസ്ത്യാനികളാണോ? അല്ല, അവിടെ പല രീതിയിലുള്ള പ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പലതും രേഖ ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞല്ലോ, രേഖ ഇല്ലാത്തത് കൂടുതൽ ഭൂപ്രദേശങ്ങളും പുഴയുടെ തീരത്തും കടൽ തീരത്തും അതല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ടും അതല്ലാത്ത ഇത് കൈവശപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരിപ്പോൾ ആവേശത്തിന് വേണ്ടി ഇതിൽ മുന്നോട്ട് നിൽക്കാനുള്ള കാരണം ഇതൊരു വർഗീയപരമായ രീതിയിൽ തന്നെ ചേരിപോരുണ്ടാക്കണം എന്ന രീതിയിലാണ്. അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ പോകുന്നതും. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ വർഗീയത തിരിച്ചറിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ 10,000 ആളുകളുടെ പേരുകൾ കൊത്തിവെച്ചതിൽ 6,000 ചില്ലാൻ ആളുകളുടെ മുസ്ലിങ്ങളുടേതും 3,000 ചില്ലാൻ ആളുകളുടേത് ഹിന്ദുക്കളുടേതുമാണ്. അത് കഴിഞ്ഞിട്ടേ ക്രിസ്ത്യാനികൾ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവർ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുക്കുന്ന പണിയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.